ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്നത് വാഴയിലേക്ക് ഇവിടെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അട ചുട്ടെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വാഴയില നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങയും ചുരണ്ടി, പിന്നെ അരക്കപ്പ് ശർക്കര നീരും 4 ചെറിയ ഏലക്കായും ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടി പൊടിച്ചതും കൂടിയിട്ട് എല്ലാം കൂടി ഒരു ചട്ടിയുടെ അകത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വിളയിപ്പിച്ചെടുക്കാം. എന്നിട്ട് 1/2 കിലോ ഗോതമ്പ് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടി നല്ലതുപോലെ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ വാഴയില പീസും എടുത്തിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി പരത്തി അതിനകത്തേക്ക് വിളയിപ്പിച്ച കൂട്ടും വെച്ചിട്ട് നമുക്ക് മടക്കിയെടുക്കാം. എന്നിട്ട് ഒരു ചട്ടി, മൺചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആ ചട്ടി ചൂടാകുമ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാഴയില അതങ്ങോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ 2 വേകാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാണെന്നോ, ഇത് അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവി കൊണ്ടിട്ട് നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വശം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാകും, കണ്ടോ. പിന്നെ മറുവശം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതും റെഡി ആയിട്ടുണ്ടാകും. അങ്ങനെ എല്ലാം കൂടെ ഒരു 6 മിനിറ്റ് കൊണ്ട് നമുക്ക് അട ചുട്ടെടുക്കാം. കണ്ടോ, നല്ല പാകമായി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ അടയും നമുക്ക് മൺചട്ടിയിൽ വെച്ച് ചുട്ടെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ആവി കൊണ്ട് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ അടയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്, കണ്ടോ. നല്ല ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള അട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ.